അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചാപ്റ്റർ 5 റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള പാഠഭാഗത്തേക്കാണ്. ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പ്രൊമിനൻറ്റ് പോയിൻറ്റ്സ് കംസ് അണ്ടർ ദ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് ഈ പാഠത്തിലേക്ക് വരുന്നത്. ഏത് പാഠത്തിലേക്ക് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ആ പാഠം, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യുൽപാദന ആരോഗ്യം എന്നുള്ള ആ പാഠഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ അവിടെ കാണുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ജെൻഡർ ജസ്റ്റിസ് ആൻഡ് സെക്സ് എന്ന ഭാഗമാണ്. അതായത് ലിംഗനീതിയും ലിംഗഭേദവും എന്ന ഭാഗമാണ് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഹെൽത്തി പ്രഗ്നൻസി എന്നുള്ള പാഠഭാഗമാണ്. ഹെൽത്തി പ്രഗ്നൻസി എന്ന് വെച്ചാൽ ആരോഗ്യകരമായ ഗർഭകാലം എന്നാണ് അർത്ഥം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഫീറ്റൽ ഗ്രോത്ത് എന്നുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച എന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. നാലാമതായിട്ട് നമ്മൾ കാണപ്പെടുന്നത് അൻറ്റേനറ്റൽ കെയർ എന്നുള്ളതാണ്. എന്താണ് അൻറ്റേനറ്റൽ കെയർ എന്ന് വെച്ചാൽ ഗർഭകാല പരിചരണം എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അടുത്തതായിട്ട് മദർഹുഡ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് മാതൃത്വം എന്ന ഭാഗത്തെക്കുറിച്ചാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്, അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ പ്രാധാന്യം എന്നുള്ള പാഠഭാഗമാണ്. പിന്നീട് നമുക്ക് കാണുന്നത് വാക്സിനേഷൻ എന്നുള്ള പാഠഭാഗവും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്നുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ ലൈംഗിക രോഗാണുബാധകൾ എന്നുള്ള പാഠഭാഗവുമാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. അടുത്ത ചോദ്യം നമ്പർ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് മൂവ് ചെയ്യാം. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദ ലോവസ്റ്റ് മറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്? അതായത് നമ്മോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കുറവ് മാതൃശിശു മരണനിരക്ക് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ഇൻ ഇന്ത്യയിൽ കേരള ഹാസ് ദ ലോവസ്റ്റ് മറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്. അതായത് ഇൻ ഇന്ത്യ, അതായത് ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കുറവ്, ലോവസ്റ്റ് ഏറ്റവും കുറവ്, മറ്റേണൽ ആൻഡ് ചൈൽഡ് മാതൃശിശു മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്ക് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോകാം. വാട്ട് ക്യാൻ ബി ദ റീസൺസ് ഫോർ ദ ഡിക്രീസ് ഇൻ ദ മറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ കേരള? എന്തായിരിക്കാം കേരളത്തിലെ മാതൃശിശു മരണനിരക്കിൻ്റെ കുറവിന്, അല്ലെങ്കിൽ കുറവ് ഭവിക്കുവാനുള്ള കാരണമായി സംഭവിച്ചിരിക്കുന്നത്? അതായത് വാട്ട് ക്യാൻ ബി, എന്തായിരിക്കാം, ദ റീസൺസ്, കാരണങ്ങൾ, ഫോർ ദ ഡിക്രീസ്, കുറയുന്നതിന്, ഇൻ ദ മറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റി മോർട്ടൽ റേറ്റ് ഇൻ കേരള, അതായത് മാതൃശിശു മരണനിരക്ക് കുറയുന്നതിന് കേരളത്തിൽ കാരണമായത് എന്തായിരിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നമുക്കിങ്ങനെ എഴുതാം: ഹൈ ലിറ്ററസി റേറ്റ് ഓഫ് വുമൺ, അതായത് സ്ത്രീകളുടെ സാക്ഷരത, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടുതലായിട്ടുള്ള നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഉയർച്ച ആ മാതൃശിശു മരണനിരക്കിന് കുറവ് സംഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ബെസ്റ്റ് മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, അതായത് മികച്ച മാതൃശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ട്. അതായത് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ചത്, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ. മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, അതായത് മാതൃശിശു കെയർ, ശിശു ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് ഹൈ ക്വാളിറ്റി പബ്ലിക് ഹെൽത്ത് പ്രൊജക്റ്റ് അതാണ്. അതായത് ഹൈ ക്വാളിറ്റി, വളരെയധികം ഗുണമേന്മയുള്ള പൊതുജന ആരോഗ്യ പദ്ധതികൾ, അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടി വളരെയധികം ഗുണമേന്മയുള്ള ആരോഗ്യ പദ്ധതികളുടെ നടത്തിപ്പും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുവാനായിട്ട് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഹൈ ക്വാളിറ്റി ന്യൂട്രീഷൻ
ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി, അതായത് വളരെ ഉയർന്ന നിലയിലുള്ള പോഷക ആഹാരങ്ങൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയ്ക്ക്, അതായത് ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭിണിയായിരിക്കുമ്പോഴും അതിനുശേഷവും ആഫ്റ്റർ പ്രഗ്നൻസി, പ്രഗ്നൻസിക്ക് ശേഷവും അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷവും സ്ത്രീകൾക്കും കുഞ്ഞിനും നൽകുന്നത് വളരെയധികം നല്ല രീതിയിൽ നമ്മളുടെ പൊതുജന ആരോഗ്യം മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. അഞ്ചാമതായിട്ട് നമുക്ക് പറയാം അക്സസ് ടു ഹെൽത്ത് സ്ക്രീനിങ്, അതായത് നമ്മളുടെ അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആശുപത്രികളിലൂടെ അത് പഠിച്ച് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ആറാമതായിട്ട് പ്രിവെൻഷൻ ഓഫ് കോൺജിനൻ്റൽ അബ്നോർമാലിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുക, പ്രിവെൻഷൻ ഓഫ്, അതായത് പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ തടസ്സപ്പെടുത്തുന്നു. എപ്പോഴാണ് കോൺജിജൻ്റൽ അബ്നോർമാലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫൻറ്റ് ആയിരിക്കും, അതായത് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇൻഹെറിറ്റഡ്, അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും രോഗങ്ങൾ കുഞ്ഞിലേക്ക് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള രോഗങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, എപ്പോഴാണ് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ കണ്ടുകൊണ്ട് ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതും ഒരു പരിധിവരെ എന്താണ് ഈ മാതൃശിശു മരണനിരക്ക് കുറയുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. വാക്സിനേറ്റ് ന്യൂ ബോൺസ് അറ്റ് ഏജ് അപ്രോപ്രിയേറ്റ് ടൈംസ്, അതായത് പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ശരിയായ സമയത്ത് ശരിയായ രീതിയിലുള്ള വാക്സിനേഷൻ നൽകി പരിചരിക്കുന്നതും മാതൃശിശു മരണനിരക്ക് കേരളത്തിൽ കുറയുവാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഹൂസ് സർവീസ് ഈസ് നെസസറി ഫോർ ദ ഹെൽത്ത് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പാർട്ടം, അതായത് ആരുടെ സഹായമാണ് അത്യാവശ്യമായിട്ടുള്ളത് എപ്പോൾ? ഫോർ ദ ഹെൽത്ത് ഓഫ് വുമൺ, അതായത് സ്ത്രീയുടെ ആരോഗ്യത്തിനും, ആൻഡ് ചൈൽഡ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും, ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭവതി ആയിരിക്കുന്ന സമയത്തും, ആൻഡ് പോസ്റ്റ് പാർട്ടം അല്ലെങ്കിൽ പ്രസവാനന്തരം. അപ്പോൾ പ്രസവാനന്തരവും ഗർഭിണിയായിരിക്കുമ്പോഴും ആരുടെ സഹായമാണ് അനിവാര്യമായിട്ടുള്ളത്? ദ സർവീസ് ഓഫ് ഹെൽത്ത് എക്സ്പെർട്ട് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പാർട്ടം, അതായത് ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ, എങ്ങനെയുള്ള എക്സ്പേർട്ടായിട്ടുള്ള നൈപുണ്യമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സഹായം എസെൻഷ്യൽ, അത്യാവശ്യമാണ്. ഫോർ ദ ഹെൽത്ത് ഓഫ് വുമൺ, അതായത് സ്ത്രീയുടെ ആരോഗ്യത്തിനും അതുപോലെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും. എപ്പോഴെല്ലാം? ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭവതിയായിരിക്കുന്ന കാലം, അതിനാണ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം, അതായത് പ്രസവാനന്തരവും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, വൈ വി സേ ഗുഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് ഈസ് ദ റൈറ്റ് ഓഫ് വുമൺ? എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ല ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ, അതായത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ സർവീസുകൾ ഒരു സ്ത്രീയുടെ അവകാശം ആണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഇത് അവരുടെ ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്കും ഒരു കുഞ്ഞിൻ്റെയും കുഞ്ഞിനും ഏറ്റവും ഗുഡ് ക്വാളിറ്റി ഉള്ള ഹെൽത്ത് സർവീസ്, ആരോഗ്യ സേവനങ്ങൾ അനിവാര്യം ആണ് എന്ന് പറയുന്നത്? ദ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ഗേൾസ് എൻഷുവേഴ്സ് ദ സേഫ്റ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യം ആരുടെ? ഗേൾസിൻ്റെ, പെൺകുട്ടികളുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യം എന്ത് ചെയ്യുന്നു? എൻഷുവേഴ്സ്, അതായത് ഉറപ്പുവരുത്തുന്നു. ദ സേഫ്റ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, വരുന്ന തലമുറയുടെ
സേഫ്റ്റി എന്ന് പറയുന്നു. സേഫ്റ്റി എന്ന് വെച്ചാൽ സുരക്ഷിതത്വം, വരുന്ന തലമുറയുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ആർക്ക് ആരോഗ്യവും ഉണ്ടെങ്കിൽ, അമ്മയ്ക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നല്ല ഏതെല്ലാം രീതിയിലുള്ള ശാരീരികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള ആരോഗ്യമുണ്ടെങ്കിൽ വരുന്ന തലമുറയ്ക്കും നല്ല ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികമായിട്ടുള്ള ആരോഗ്യവും ഉണ്ടാകും. Therefore, good quality health care service is the right of women. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ആരോഗ്യ സേവനങ്ങൾ ഒരു സ്ത്രീയുടെ അവകാശം ആണ്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ചോദ്യോത്തര ഭാഗത്തേക്ക് പോവുകയാണ്.